എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഉണക്കമാന്തൽ കറി വെച്ചാലോ? അതിന് ചെറിയ ഉള്ളി എടുക്കുക, കുറച്ചധികം തന്നെ എടുക്കണം. ഒരു തക്കാളി, നല്ല എരിവുള്ള ഒരു പച്ചമുളക്. നമ്മൾ എത്ര മീൻ എടുക്കണമെങ്കിൽ അതിനനുസരിച്ച് വേണം സാധനങ്ങൾ കൂട്ടാനും കുറക്കാനും. മിക്സഡ് ജാറിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കുക. അതിലേക്കൊരു 1.5 സ്പൂണ് മുളക് പൊടി, നന്നായി അരച്ചെടുക്കണം. പേസ്റ്റ് പോലെ അരിഞ്ഞ് കിട്ടണം. മൺചട്ടിയിൽ വേണം ഈ കറി തയ്യാറാക്കാൻ, അല്ലെങ്കിൽ സ്റ്റീൽ പാത്രം ഉണ്ടെങ്കിൽ അതാ നല്ലത്. മൺചട്ടിയാണ് ഏറ്റവും നല്ലത്. ഇതിലേക്ക് അരിഞ്ഞ് വെച്ച തക്കാളി ഇട്ട് കൊടുക്കുക, പച്ചമുളക് ഇട്ട് കൊടുക്കുക. ഈ അരച്ച് വെച്ച കൂട്ടിട്ട് കൊടുക്കുക. ഈ കറിയുടെ കൂടെ വേറെ ഒന്നും വേണ്ട, ഒരു പ്ലേറ്റ് ചോറുണ്ണാം നമുക്ക്. വേറെ ഒന്നും ഇല്ലെങ്കിലും നമുക്ക് ചോറുണ്ണാം. നല്ല എരിവും പുളിവും ഒക്കെ ഉള്ള ഒരു കറിയാണ്. ഇനി അടുപ്പിൽ തീ കത്തിച്ച് വെച്ച് കൊടുക്കുക. ഇത് നന്നായി തിളച്ച് വെന്ത് വരണം. തക്കാളിയും പച്ചമുളകും ഒക്കെ നന്നായി വെന്ത് വരട്ടെ. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. കുറച്ച് പുളിവെള്ളം ഒഴിച്ച് കൊടുക്കുക. പുളിവെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായി തള വരണം. അപ്പോൾ നന്നായി തിള വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം. മാന്തളാണ്, ഉണക്കമാന്തൾ. ഇനി അടച്ചു കൊടുക്കുക. വെള്ളം വറ്റി വരട്ടെ. കുറുകി വരുന്നുണ്ട്. ഇതുപോലെ ആവണം. ഇതിലേക്ക് കുറച്ചധികം തന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അപ്പം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.